ഖുവൈലിദ് ബിൻ അസദിന്റെയും ഫാത്തിമ ബിൻത് സെയ്ദിന്റെയും മകളായിക്കൊണ്ടാണ് ഖുറൈശി തറവാട്ടിൽ ഖദീജ ബീവി പിറവികൊണ്ടത്. അന്ന് മക്കയിൽ തന്നെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബമായിരുന്നു ഖുറൈശികളുടേത്. അഭിമാനത്തോടുകൂടിയായിരുന്നു ബീവി ആ നാട്ടിൽ ജീവിച്ചിരുന്നത്. മക്കയിലുള്ള മുഴുവൻ ജനങ്ങളും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങൾ ബീവിയോട് അവരുടെ പ്രയാസങ്ങൾ പറയുകയും അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ബീവി സ്വീകരിക്കുകയുമായിരുന്നു. പിതാവിനെ കച്ചവടത്തിൽ സഹായിക്കുകയും പിന്നീട് അത് ഏറ്റെടുത്ത് നടത്തിയതും ബീവിയാണ്. മാത്രമല്ല, ആ കച്ചവടം ബീവിയെ മക്കയിലെ തന്നെ ധനികയാക്കുകയും ചെയ്തു. ഖദീജ ബീവിയെ ആദ്യമായി വിവാഹം ചെയ്തത് അബൂഹാലയായിരുന്നു. ആ ബന്ധത്തിലൂടെ ഹിന്ദ്, ഹാരിസ് എന്ന 2 കുട്ടികളെ അവർക്ക് ലഭിച്ചു. അവർ രണ്ടുപേരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അബൂഹാല രോഗബാധിതനായി മരണപ്പെട്ടതിനെ തുടർന്ന് അത്വീഖ് ബിൻ ആബിദ് ഖദീജ ബീവിയെ വിവാഹം ചെയ്തു. അതിൽ ഹിന്ദ് എന്നുപേരുള്ള ഒരു പെൺകുട്ടി ജനിക്കുകയും ചെയ്തു. അതിനാൽ ബീവി ഉമ്മു ഹിന്ദ് എന്ന നാമത്തിലും അറിയപ്പെടുന്നുണ്ട്. താമസിയാതെ തന്നെ ഗോത്രങ്ങൾ തമ്മിലുണ്ടായ യുദ്ധത്തിൽ അത്വീഖ് മരണപ്പെട്ടു. പിതാവും ഭർത്താവും മരിച്ച ഏകയായ ബീവിയോട് വിവാഹ അഭ്യർത്ഥനയുമായി പലരും വന്നെങ്കിലുമെല്ലാം ബീവി നിരസിക്കുകയാണുണ്ടായത്. വിദൂര ദിക്കുകളിലേക്ക് കച്ചവടത്തിനായി പോകുന്ന സംഘത്തെ നയിക്കാൻ ഒരു പുരുഷനെയായിരുന്നു ബീവി പതിവായി ഏൽപ്പിക്കാറുണ്ടായിരുന്നത്. കച്ചവട സംഘത്തിന്റെ കൂടെ ബീവിയുടെ പ്രിയ വേലക്കാരിയും കൂട്ടുകാരിയുമായിരുന്ന മൈസറയും കൂട്ടരുമുണ്ടാകും. എന്തെങ്കിലും തട്ടിപ്പ് നടന്നാൽ ഉടനെ അവർ ബീവിയോട് വിവരമറിയിക്കും. കച്ചവട സംഘത്തെ നയിക്കാൻ വേണ്ടി ഒരു സത്യസന്ധതയുള്ള പുരുഷനെ ലഭിക്കാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് തമാശയ്ക്ക് പോലും കളവു പറയാത്ത മക്കക്കാർ അൽ അമീൻ, വിശ്വസ്തൻ എന്ന് വിളിക്കുന്ന മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെപ്പറ്റി ബീവി കേൾക്കുന്നത്. ബീവി ഉടനെ തന്നെ ആ ചെറുപ്പക്കാരനെ കച്ചവടം ഏൽപ്പിക്കാൻ തീരുമാനിച്ചു.